ഹായ്. നമുക്കിന്ന് രാവിലെ തന്നെ എന്താ പറയാ, ദോശയും ചമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പാത്രം കഴുകിയിട്ട് വേഗം വരുന്നു. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ. എന്താ പറയാ, പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പൊ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ചുപ്പ്. കറിവേപ്പില തീർന്നു, അതുകൊണ്ട് പറിക്കണം. കറിവേപ്പില ഇല്ല. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. സമ്മന്തം ഇല്ലേ, ഇനി നമുക്ക് ദോശ ഇടാം. നമുക്ക് തുടങ്ങിയാലോ. ഫാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഡാണ്ടിയാണ് ഇത്. എന്നിട്ട് ഇത് പൊട്ടിക്കും. അങ്ങനെ നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ചിക്കനും അമ്മ പോയി പേപ്പർ വരത്ത പക്ഷേ പേപ്പർ വരത്ത ഞാൻ എന്റെ ദോശ ചുടൽ പരിപാടി കഴിഞ്ഞ് അപ്പൊ അടുത്തത് നമ്മളെ ചോറ് വെക്കും. ഞാൻ ചോറിന് അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ചാല് ജാക്സണിൽ എടുത്തു വെക്കും. ജാക്സൺ അല്ല, അത് ഒനിക്സ്. പിന്നെ എന്റെ മീന് കിട്ടിയേട്ടാ, മത്തിയും തെരണ്ടിയും. പിന്നെ ഇതാണ് മീൻ. എന്റെ
ഒഴിച്ച് വീഡിയോ കാണുന്നുണ്ട് കുറെ ലൈക്കാൻ ഇട്ടൂടെ വീഡിയോ കാണുന്നത്. ഉച്ചക്കത്തെ മീൻ മുളകിട്ടത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി. ഇതിന്റെ പച്ചമുളക്, തക്കാളി, വലിയ ഉള്ളി ഇതിലോട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവ ഇട്ട് അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇത് ഇടാം. അത് ഞാൻ ഉള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ തക്കാളി നന്നായിട്ടൊന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിക്കാം. ഇനി ഞാൻ സ്പെഷ്യലായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട കറികളെല്ലാം ഉണ്ടാക്കി പൊതിച്ചോറ് നമുക്ക് നോക്കാം എന്തെല്ലാം വിഭവങ്ങളിടാം. നമ്മളെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം നല്ലോണം വഴറ്റിയെടുത്ത് ഇതിലേക്ക് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. നല്ലോണം വഴറ്റുക. പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് ഇതിലേക്ക് നമുക്ക് മീനിടാം. ഇതാണ് ചിരണ്ടി. ഇത് നല്ലോണം ഉപ്പാക്കാം. കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് പുളിവെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം. കുറച്ച് ഉപ്പ് വേണം. ഇനി അടുത്ത പരിപാടി മത്തി വറുക്കാൻ. അപ്പൊ മത്തി നമുക്കിങ്ങനെ നല്ലോണം എന്താ പറയാ കരന്ന് വെക്കാം. അപ്പൊ അങ്ങനെ മത്തിയെല്ലാം നല്ലോണം കരന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ചത് ഇതിലിടാം. പിന്നെ കുറച്ച് കുരുമുളക്
കുറച്ച് കുരുമുളക്. നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വറക്കാൻ വെക്കാം. അപ്പം അങ്ങനെ എൻ്റെ മീൻകറി നല്ലോണം തിളക്കുന്നുണ്ട്. ഇതാ മീൻ മത്തി വറക്കാൻ വെച്ചതും ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പ്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ വറുത്തത് റെഡിയാവണം. അപ്പം നമ്മൾ പൊതിച്ചോറുണ്ടാക്കാനുള്ള വാഴയില മുറിക്കാൻ പോവുകയാണ്. നമ്മളെ പറമ്പ് തന്നെ ഇലയെല്ലാം ഉണ്ട് കേട്ടാ. ഇതാ വലിയ പോവാ, പച്ചപ്പും ഹരിതാപോ. അങ്ങനെ നമ്മള് 3 ഇല മുറിച്ച് 1 ഇല എടുത്തു. ഇനി നമ്മള് പൊതിച്ചോറ് ആക്കാൻ പോവാണ്. കമോൺ. പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. പൊതിച്ചോറ് റെഡിയായി. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇന്നത്തെ പൊതിച്ചോറ് പുറത്തുതാണ്. എന്തെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ്. പിന്നെ മത്തി പൊരിച്ച്, മുട്ട ഓംപ്ലേറ്റ്, പിന്നെ ചിരണ്ടി മുളകിട്ടത്, പിന്നെ കോട്ടപ്പാല് വറവ്, പിന്നെ സമ്മന്തി. അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.